നമ്മുടെ കേരള PSCയുടെ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന പരീക്ഷയുടെ കലണ്ടർ ഇപ്പം നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാടധികം പരീക്ഷകൾ പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 80-ലധികം പരീക്ഷകൾ ഇതിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്ന ഒരു പോസ്റ്റാണ് VFA എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ പരീക്ഷയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതൊരു ജില്ലകളിലേക്ക് ഡിസ്ട്രിക്ട് വൈസിൽ വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ജില്ലകൾക്ക് എത്ര അപേക്ഷകർ വന്നിട്ടുണ്ട്, അതിൻ്റെ സിലബസ് കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ വീഡിയോ ഭാഗത്തിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ PSC നമ്മൾ പറഞ്ഞതുപോലെ തന്നെ PSC സെപ്റ്റംബർ 2026 നടത്തുന്ന പരീക്ഷയുടെ കലണ്ടറാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റിൻ്റെ ഏതൊക്കെയാണ് വന്നിട്ടുള്ള നമ്പർ, അതിനുശേഷം കാറ്റഗറി നമ്പർ, ഏത് പോസ്റ്റ് ആണെന്നുള്ളതിൻ്റെ മനസ്സിലാക്കാൻ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് വൈസ് എങ്ങനെയാണ് വിളിച്ചത്, ഡിസ്ട്രിക്ട് വൈസ് ആണ്, സ്റ്റേറ്റ് വൈഡ് എങ്കിൽ സ്റ്റേറ്റ് എന്ന് എഴുതും. പിന്നെ എക്സാമിനേഷൻ ഡേറ്റ്, അഡ്മിറ്റ് കാർഡ് വരുന്ന ഡേറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് കൺഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്ന ഉടനെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ ഇന്നലെ രാത്രി കൃത്യസമയത്ത് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തതാണ്. അതിലും കൂടി ജോയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റും കൂടി ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്ര മണിക്കൂറിൻ്റെ പരീക്ഷയാണ്, എത്ര പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പിന്നെ സിലബസ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ അതിലിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 571/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് VFA ആണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കും. 19/9/2026 എല്ലാത്തിൻ്റെയും പരീക്ഷ. സെപ്റ്റംബർ 19 പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്കതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് ആണ്. 5/9/2026 അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫയർമാനൊക്കെ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഫയർമാൻ്റെ 10 ഡേയ്സ് പ്രാക്ടീസ് സെക്ഷൻ ഇപ്പോൾ നമ്മൾ 10 ഡേയ്സിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 23/6/2026 മുതൽ 12/7/2026 വരെ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും കോമൺ ആണ്. അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കുള്ളതിനും കോമൺ ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ അപേക്ഷകരുടെ എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. തിരുവനന്തപുരത്തേക്ക് 84,258 ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിലബസ് ലഭിക്കുന്നതാണ്. അടുത്ത വരുന്നത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കാണ്. അവിടെ 53,676 പേരാണ് അപേക്ഷകരായിട്ട് പോയിട്ടുള്ളത്. പത്തനംതിട്ട കാണാൻ സാധിക്കും 22,740 പേരാണ് പോയിട്ടുള്ളത്. ആലപ്പുഴ കാണാൻ സാധിക്കും 37,992 പേരാണ് അപേക്ഷകരായിട്ട് പോയിട്ടുള്ളത്. കോട്ടയം കാണാൻ സാധിക്കും 31,228 പേരാണ് പോയിട്ടുള്ളത് അപേക്ഷകർ. ഇടുക്കി കാണാൻ സാധിക്കുന്നതാണ് 19,719 പേരാണ് അപേക്ഷകരായിട്ട് പോയിട്ടുള്ളത്. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും 47,663 പേരാണ് അപേക്ഷകരായിട്ട് പോയിട്ടുള്ളത്. തൃശ്ശൂർ കാണാൻ സാധിക്കും 49,315 പേരാണ് പോയിട്ടുള്ളത്. പാലക്കാട് കാണാൻ സാധിക്കും 58,142 പേരാണ് പോയിട്ടുള്ളത്. മലപ്പുറം കാണാൻ സാധിക്കും 57,449 പേരാണ് പോയിട്ടുള്ളത്. കോഴിക്കോടേക്ക് കാണാൻ സാധിക്കും 56,029 പേരുടെ അപേക്ഷ പോയിട്ടുണ്ട്. വയനാട് കാണാൻ സാധിക്കും ഏകദേശം 17,718 പേരുടെ അപേക്ഷ പോയിട്ടുണ്ട്. കണ്ണൂർ കാണാൻ സാധിക്കും 39,710 പേരുടെ അപേക്ഷ പോയിട്ടുണ്ട്. കാസർഗോഡ് കാണാൻ സാധിക്കും 21,976 പേരുടെ അപേക്ഷകളാണ് പോയിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിലബസ് ലഭിക്കുന്നതാണ്. സോ ഇതാണ് VFAൻ്റെ സിലബസ് എന്ന് പറയുന്നത്. VFAൻ്റെ 10th ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാമാണിത്. അതുപോലെ തന്നെ 10th പ്രിലിമിനറി ഇല്ല കേട്ടോ, ഇത് ഡയറക്റ്റ് ഒറ്റ കോമൺ എക്സാമാണ്. പിന്നെ 10th പ്രിലിമിനറി എക്സാമിനേഷൻ അടുത്ത മാസം നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവിധ 10th പ്രിലിമിനറിയും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ സിലബസ് ആണ് കേട്ടോ, നിങ്ങളിവിടെ കാണുന്ന സിലബസ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. എത്ര മാർക്ക് കാര്യങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആകെ ഉണ്ടാവുക. സോ ഈ ഒരു PDF, ഈ ഒരു കലണ്ടറിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ചാനലുണ്ട്, വാട്സപ്പ് ചാനൽ തന്നെ ലൈഫ് ട്രാക്ക് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അവിടെ ലഭിക്കുന്നതായിരിക്കും. അവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.